അസൂയ എന്ന് പറയുന്ന രോഗം വല്ലാത്തൊരു രോഗമാണ്. അതിന്റെ അപകടം വളരെ വലുതാണ്. അസൂയ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അള്ളാഹു ഒരാൾക്കൊരു അനുഗ്രഹം നൽകുമ്പോ അതിൽ നമുക്ക് കണ്ണുകടിയുണ്ടാവുക, നമ്മുടെ മനസ്സിന് ക്ലേശമുണ്ടാവുക, നമുക്കതിൽ പ്രതിഷേധമുണ്ടാവുക, അതാണല്ലോ അസൂയ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന് അതുണ്ടാകാൻ പാടില്ലല്ലോ. അൽ ഹസദു യഅകുലുൽ ഹസനാത്ത് കമാ യഅകുലുൻ നാറുൽ ഹത്വബ്. വിറകിനെ തീ തിന്ന് നശിപ്പിക്കും പോലെ അസൂയ മനുഷ്യന്റെ നന്മകളെ നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അസൂയ ഉള്ളവർ പല ശർറുകളും വലിച്ചിടും. അതുകൊണ്ടാണല്ലോ ഒരു സൂറത്ത് തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അതേ, ദുർമന്ത്രണങ്ങൾ നടത്തി കെട്ടിൽ ഊതുന്നവരും സിഹർ ചെയ്യുന്നവരും അവരിൽ നിന്ന് കാവല് ചോദിക്കുന്നതോടുകൂടെ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്ന അസൂയക്കാരുടെ ഷർറിൽ നിന്ന് പടച്ചറബിനോട് കാവല് ചോദിക്കാൻ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 2 സൂറത്തുകളിൽ ഒന്നായ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നമ്മൾ കാണുന്നു. അസൂയ വലിയ രോഗമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാപണ്ഡിതനാണ്, വളരെ ശ്രദ്ധയോടെ ജീവിച്ച ആളാണ്. പക്ഷേ മഹാനവറുകൾക്ക് ധാരാളം അസൂയാലുക്കൾ ഉണ്ടായിരുന്നു. ആ അസൂയയുടെ പേരിൽ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പല ആരോപണങ്ങളും പറഞ്ഞു വരുത്തിയിരുന്നു. അതേ, ഭരണം നടത്തുന്ന ഭരണാധികാരിയോട് നിങ്ങളെ ഭരണത്തിനെതിരാണ്, നിങ്ങളെ രാഷ്ട്രീയത്തിനെതിരാണ്, നിങ്ങളെ രാഷ്ട്രത്തിനെതിരാണ്, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ കൈക്ക് ആമം വെക്കപ്പെട്ടിട്ടുണ്ട്, ഭരണാധികാരിയുടെ മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അറിവും ബുദ്ധിയും വിവരവും അതിനാൽ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, രാജാവിന്റെ വകയിൽ വലിയ സമ്മാനം ലഭിച്ചു. അത് വളരെ മുമ്പേ ഉള്ള ഒരു കാര്യമാണ്. ഒരാൾക്ക് വളർച്ചയുണ്ടാകുമ്പോ പലരുടെയും മനസ്സിൽ കണ്ണുകടിയുണ്ടാകും. അതൊരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. മനുഷ്യന്റെ മുഴുവൻ നന്മയും നശിച്ചു പോകാൻ കാരണമാകുന്ന മഹാവിപത്താണ് അസൂയ. എന്തിന് നമ്മൾ ഇത്ര വലിയ ലുബ്ധന്മാരാകണം? ഏറ്റവും വലിയ ലുബ്ധതയല്ലേ അത്? നമ്മളെ കയ്യിൽ നിന്ന് അയാൾക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. നമ്മളെ വീട്ടിന്റെ മുമ്പില് ഒരാളൊരു 2 ഏക്കർ ഭൂമി വാങ്ങിയിരിക്കുന്നു, അതിൽ അദ്ദേഹം നല്ല ഒരു വീട് നിർമ്മിക്കുന്നു. അത് നമ്മൾ കൊടുത്തതല്ല, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതാണ്. നമുക്കെന്താ മുടക്കം? നമുക്കെന്താ ദോഷം? അയാളവിടെ വീട് നിർമ്മിച്ചോട്ടെ. ഇനി ആ വീട് നല്ല ഭംഗിയുള്ള വീട്, അൽഹംദുലില്ലാ, നമ്മളെ വീട്ടിൽ നിന്ന് അത് കണ്ട് നമുക്ക് ഇങ്ങനെ സന്തോഷിച്ചൂടെ? നേരെ മറിച്ച് നമ്മളെ വീട്ടിന് എത്ര ഭംഗിയുണ്ടായിട്ടെന്താ മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കണ്ടേ? അതേ സമയത്ത് നമ്മുടെ മുന്നിലുള്ള വീട് നല്ല ഭംഗിയിലുണ്ടാവും, അതല്ലേ നമുക്ക് കൂടുതൽ നോക്കിയിട്ട് രസിക്കാൻ സൗകര്യം. പക്ഷെ അങ്ങനെ മനുഷ്യൻ ചിന്തിക്കൂല. മനുഷ്യന് അസൂയ എന്ന് പറയുന്ന രോഗം അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഓരോ വിഭാഗത്തിലും പരസ്പരം കൂടുതൽ അസൂയ ഉണ്ടാവും. ഒരു നല്ല സ്വർണ്ണ കച്ചവടക്കാരനാണെങ്കിൽ അയാൾക്ക് ഏറ്റവും വലിയ അസൂയ വേറൊരു ജ്വല്ലറിക്കാരനോടായിരിക്കും. തുണിക്കച്ചവടക്കാരന് ഏറ്റവും വലിയ അസൂയ തുണിക്കച്ചവടക്കാരനോടായിരിക്കും. മീൻ കച്ചവടക്കാരനാണെങ്കിൽ വേറൊരു മീൻ കച്ചവടക്കാരനോടായിരിക്കും. അങ്ങനെ മാംസ കച്ചവടക്കാരന് മാംസ കച്ചവടക്കാരനായിരിക്കും. മുസ്ലിയാർക്ക് മുസ്ലിയോടായിരിക്കും, തങ്ങൾക്ക് തങ്ങളോടായിരിക്കും. അതതിന്റെ സ്വഭാവമാണ്. ഏത് മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ അവനവന്റെ മേഖലയിലുള്ളവരോടാണ് കൂടുതൽ അസൂയ ഉണ്ടാകുക. അതുപോലെ തൊട്ടടുത്തുള്ളവരോടാണ് അസൂയ ഉണ്ടാകുക. അങ്ങ് ഡൽഹിയിലുള്ള ഒരു മുതലാളിക്ക് ഇവിടെ എത്ര ഉണ്ടായാൽ നമുക്കെന്താ? അതേ സമയത്ത് നമ്മളെ വീട്ടിന്റെ മുമ്പിൽ ഉള്ള ഒരാൾ നല്ലൊരു വീട് നിർമ്മിക്കുമ്പോ, നല്ലൊരു വാഹനം കയറുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഡ്രസ്സ് ധരിക്കുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും അനുഗ്രഹം അല്ലാഹു കൊടുക്കുമ്പോ, നമ്മൾ പിശാചിന്റെ അടിമകളാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അസൂയ വരും. വളരെ അപകടം പിടിച്ചൊരു രോഗമാണ്.